എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വിഷയമാണ് മലയാളം അല്ലെ. ഈ മലയാളത്തിലെ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ടത് ഭാഷ ആയതുകൊണ്ട് തന്നെ ഭാഷയുടെ ചരിത്രവും ഭാഷാ ഭേദവും പഠിക്കണം. ഭാഷാ ഉൽപ്പത്തി സിദ്ധാന്തങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് മലയാള ഭാഷ ഉണ്ടായിരിക്കുന്നത്, ഏത് കക്ഷിയിൽ ഉൾപ്പെടുന്നു, ഏത് ഗോത്രത്തിൽ ഉൾപ്പെടുന്നു, ഇത്തരത്തിൽ ഭാഷാ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. ഇത് കൂടാതെ നമുക്ക് മലയാളത്തെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് പ്രായോഗിക വ്യാകരണം. ഏറ്റവും ബേസ് ആയിട്ടുള്ള എവിടെ നിന്ന് വർണ്ണങ്ങൾ തുടങ്ങി നമ്മൾ പഠിക്കാൻ പോവാണ്. ഭാഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായ വർണ്ണങ്ങളോ വർണ്ണങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്ന അക്ഷരങ്ങളോ അക്ഷരത്തിന്റെ ഉപവിഭാഗങ്ങളോ അതിൻ്റെ കൂടെ തന്നെ അക്ഷരങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്ന ശബ്ദവും ശബ്ദത്തിന്റെ വിഭജനവും ഇതിൻ്റെ കൂടെ തന്നെ വിഭക്തി, തദ്ധിത, കാരക, സന്ധി, അതുപോലെ തന്നെ വിശേഷണം, സമാസം, വാക്യശുദ്ധി, വാക്യഘടന, അലങ്കാരം, ധ്വനി, വൃത്തം, ശൈലികള്, പഴഞ്ചൊല്ലുകള്, പര്യായം, വിപരീതം, അർത്ഥം. ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പ്രായോഗിക വ്യാകരണത്തില് പഠിക്കാനുള്ളത്. കേട്ടിട്ട് പേടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളാണ്. കണക്ട് ചെയ്ത് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി രണ്ടാം ഭാഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ പഠിക്കാനുള്ളത് ബോധനശാസ്ത്രമാണ് അല്ലെ. ബോധനശാസ്ത്രം, ഇതിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്, ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ. ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജ്ഞാനനിർമ്മിതിവാദം അറിയാം, വ്യവഹാരവാദം അറിയാം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവും അറിയാം. ഇതിനകത്ത് ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വ്യക്തികളും അവര് മുന്നോട്ട് വെച്ച സിദ്ധാന്തങ്ങളുമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതിൽ ഉദ്ഗ്രഥിത സമീപനം, വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിന ആസൂത്രണം, വിലയിരുത്തൽ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിന്റെ കൂടെ തന്നെ കുറെ സ്കിന്നർ, പാവ്ലോ, അതുപോലെ തന്നെ നോം ചോംസ്കി, ഇവരുടെ ഒക്കെ സിദ്ധാന്തങ്ങളെ നമ്മളിവിടെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. മൂല്യനിർണ്ണയ രീതികൾ പഠിക്കാനുണ്ട്, ഒരു ടീച്ചറിന്റെ ഗുണങ്ങൾ പഠിക്കാനുണ്ട്, കുട്ടികളോടുള്ള സമീപനം പഠിക്കാനുണ്ട്, ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത എന്താണെന്നും ഇവിടെ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. ഇനി മൂന്നാം ഭാഗത്തേക്ക് പോകുമ്പോൾ സാഹിത്യമാണ്. സാഹിത്യം റിലേറ്റഡ് ആയിട്ടാണെങ്കിലോ കവിതാ സാഹിത്യം ഉണ്ട്, കഥാസാഹിത്യം, ആത്മകഥയുണ്ട്, ജീവചരിത്രം ഉണ്ട്, സഞ്ചാര സാഹിത്യം ഉണ്ട്, വൈജ്ഞാനിക സാഹിത്യം ഉണ്ട്. ഇതൊക്കെ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഇതാണ് LP-UPയുടെ സിലബസ്. എന്നാൽ ഇത് കേട്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇതിലെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ക്ലാസ്സുകളിലും ഓരോ വീഡിയോകളിലൊക്കെ ആയിട്ട് എടുത്തു തരും. നിങ്ങൾക്ക് ഏത് ഭാഗമാണോ വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് കൂടുതൽ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്